ഗോപാൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം അത് സ്ഥിരീകരിക്കുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല, തർക്കിച്ചു പിരിഞ്ഞു എന്നാണോ ഗോപാൽ? അതേ വിനീത, ഇന്നത്തെ ചർച്ചയിൽ ഒരു സമവായമാകാതെ പിരിഞ്ഞു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റവും അവസാനമായി വരുന്ന വിവരം. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് കർശന നിർദ്ദേശം മന്ത്രി വൈസ് ചാൻസലർക്ക് നൽകി. എന്നാൽ ആ വിഷയത്തിൽ നിലപാടിൽ മാറ്റമില്ലാതെ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ പറഞ്ഞത് രജിസ്ട്രാർ അനിൽകുമാർ നിയമവിരുദ്ധമായിട്ടാണ് സർവകലാശാലയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ സർവകലാശാലയിലേക്ക് ഇപ്പോഴും തുടരുന്നത് ഗവർണർക്ക് നൽകുന്ന അനാദരവാണ്, ഗവർണറോട് കാണിക്കുന്ന അനാദരവാണ്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കഴിയില്ല. രജിസ്ട്രാർ സ്ഥാനത്ത് അനിൽകുമാർ തുടരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് വൈസ് ചാൻസലർ മന്ത്രി അറിയിച്ചു. KS അനിൽകുമാറിനെതിരായ നിലപാടിൽ കടുംപിടുത്തം തുടരുകയാണ് ഇപ്പോഴും വൈസ് ചാൻസലർ. ആ വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദുവുമായുള്ള കൂടിക്കാഴ്ചയിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോയത്. അതേ വിനീത, സസ്പെൻഷൻ ഉത്തരവ് അംഗീകരിക്കും വരെയും സമവായത്തിന് തയ്യാറല്ല എന്ന നിലപാട് VC വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അതായത് ഇത്ര ദിവസം എന്താണോ പറഞ്ഞത്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് എന്താണോ വ്യക്തമാക്കിയത്, അത് തന്നെ ഇന്ന് മന്ത്രിക്ക് മുന്നിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇടയിലും വൈസ് ചാൻസലർ ആവർത്തിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്, ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രി ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഈ വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, വിഷയങ്ങൾ പരിഹരിക്കണം, വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇടപെടണം, പക്വതയോടുകൂടി പെരുമാറണം എന്ന ആവശ്യം മന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ VCക്ക് മുന്നിൽ കർശനമായി തന്നെ മുന്നോട്ട് വെച്ചത്. അതിനുശേഷം അതിന് മറുപടിയായി VC നൽകിയത് ഇപ്പോൾ വൈസ് ചാൻസലർ എന്ന നിലയ്ക്ക് താൻ ചെയ്യുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. രജിസ്ട്രാർ എന്ന നിലയ്ക്ക് KS അനിൽകുമാർ സർവകലാശാലയിൽ പ്രവേശിക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾ സർവകലാശാലയിലേക്ക് എത്തുന്നുവെങ്കിൽ അത് ഗവർണറോടുള്ള അനാദരവാണ്. അദ്ദേഹത്തിനെതിരായ നടപടി കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്തതാണ്. ചാൻസലർക്ക് കൃത്യമായ ബുദ്ധിമുട്ടുണ്ടായി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആ നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ ഉത്തരവ് അംഗീകരിക്കും വരെയും ആ നിലപാടിൽ മാറ്റമില്ല. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യണം, രജിസ്ട്രാർ അനിൽകുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണം, ആ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണം എന്നതാണ് ഇന്ന് വൈസ് ചാൻസലർ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് മുന്നിൽ വെച്ച ആവശ്യം. എന്നാൽ ആ ആവശ്യത്തിൽ ഒരു KS അനിൽകുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു സമവായത്തിനും സർക്കാർ തയ്യാറല്ല എന്ന നിലപാട് കൂടി മന്ത്രി VC അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഒന്നും കാര്യങ്ങൾ വ്യക്തമല്ല. ഒരു ചർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാകണം SFI പ്രതിഷേധിക്കാതിരുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് കടക്കാതിരുന്നത്. പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ് എന്ന് വേണം വിലയിരുത്താൻ, അല്ലേ? പ്രശ്നപരിഹാരം അകലെയാണ് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്നറിയില്ല. കാരണം സർക്കാർ മയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ കടന്നാക്രമണമായിരുന്നു VCക്കെതിരെ ഉണ്ടായിരുന്നത്. കൃത്യമായി ഇടത് സംഘടനകളും അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും അടക്കം വലിയ പ്രതിഷേധം ഉന്നയിച്ചു. ആ പ്രതിഷേധത്തിൽ ഒരു അയവുണ്ടായിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കിനും VC തയ്യാറാകുന്നില്ല. VCക്ക് കൃത്യമായ നിലപാട് ഈ വിഷയത്തിലുണ്ട്. ആ നിലപാട് അംഗീകരിക്കും വരെയും താൻ ഇങ്ങനെ തന്നെ തുടരുകയുള്ളൂ എന്ന അതേ തരത്തിലേക്കുള്ള നിലപാടാണ് ഇന്ന് മന്ത്രിക്ക് മുന്നിലും ആവർത്തിച്ചത്. ഒരു സമവായ ചർച്ച എന്ന രീതിക്ക് നടന്ന കാര്യം ആ ചർച്ചയിൽ അന്തിമഘട്ടത്തിൽ തീരുമാനമാകാതെ അലസിപ്പിരിയുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പുതുതായി പുറത്തുവിടാനുള്ള വാർത്ത. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു തരത്തിലേക്കുള്ള ചർച്ചയ്ക്ക് നിൽക്കാതെ VC തൃശൂരിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വന്നത് എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഇന്നലെ ഡൽഹിയിലായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തുകയും സർവകലാശാലയിലെത്തുകയും തന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മന്ത്രിയെ കൂടിക്കാഴ്ച നടത്തുകയുമായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ VC തൃശൂരിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നതാണ്. അതായത് തന്റെ അതൃപ്തി രേഖപ്പെടുത്തി VC തൃശൂരിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലുമായിട്ടോ ഒരു കൂടിക്കാഴ്ചയ്ക്കോ ചർച്ചയ്ക്കോ അദ്ദേഹം മുതിർന്നില്ല. ഈ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേരെ അദ്ദേഹം തൃശൂരിലേക്ക് മടങ്ങുകയായിരുന്നു. ഇന്നത്തെ ചർച്ച, ആ ചർച്ചയുടെ ഫലപ്രാപ്തി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ
ഈ ഘട്ടത്തിൽ ഒരു തരത്തിലേക്കുള്ള ഫലപ്രാപ്തിയും ഉണ്ടാകാതെ അലസിപ്പിരിയുകയായിരുന്നു എന്ന് തന്നെ കൃത്യമായി പറയേണ്ടതായിരിക്കുന്നു. കൂടിക്കാഴ്ച നടന്നു എന്നത് ഒരു നിർണായക ചൊല്ലിയുള്ള പോരിൽ സമവായമായില്ല എന്ന് തന്നെയാണ് ഗോപാൽ ശിലാസനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കടും പിടുത്തം തുടരുകയാണ്. വൈസ് ചാൻസലർ KS അനിൽകുമാറിനെ മാറ്റണം എന്ന നിലപാടിൽ, രജിസ്ട്രാറെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വൈസ് ചാൻസലർ. അതുകൊണ്ട് തന്നെ മന്ത്രി R ബിന്ദുവുമായി നടത്തിയ ചർച്ചയും അലസിപ്പിരിഞ്ഞു എന്ന് തന്നെയാണ് ഗോപാൽ ശിലാസനൽ റിപ്പോർട്ട് ചെയ്യുന്നത്.